ഹലോ ഗായ്സ്, എൻ്റെ പേര് നന്ദ പ്രസാദ്. ഞാനും ഒരു ബിടെക് സ്റ്റുഡൻ്റ് ആണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ലാസ്റ്റ് ഇയർ ആയി ഞാനിപ്പോൾ. ഇപ്പോൾ 6th സെമ്മിലെ എക്സാം എഴുതിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ് റിസൾട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് വെക്കേഷൻ ആണല്ലോ. ഇനി 7th സെം തുടങ്ങുമ്പോഴത്തേക്കും എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം ഒന്നും അറിയാത്തൊരു അവസ്ഥയിലായിരിക്കുമല്ലോ നിങ്ങളും ഞാനും ഇപ്പോൾ ഒരേപോലെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇനി 7th സെമ്മിൽ ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ടെന്ന് ഒന്നും അറിയത്തില്ല. എന്നാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കമ്പൈൻ സ്റ്റഡി, ഞാൻ ഒരിക്കലും നിങ്ങളെ പഠിപ്പിക്കുമല്ല, ഒരു കമ്പൈൻ സ്റ്റഡി പോലെ. നിങ്ങളിത് ആരും ഇത് കണ്ടില്ലേലും പ്രശ്നമില്ല. കാരണം ഇത് എനിക്ക് തന്നെ ഞാൻ പഠിച്ച കാര്യങ്ങൾ ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തിടുന്നു. അത് എനിക്ക് തന്നെ കാണാവുന്നുള്ള രീതിയിൽ. ഇനി നിങ്ങൾ ആരെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ എന്നെ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ പോലെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ ഞാൻ പഠിപ്പിക്കുക എന്ന് നിങ്ങളോട് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാനും കുറെ PDF അതേപോലെ തന്നെ വീഡിയോസ് അങ്ങനെ പല പലത് സാധനങ്ങൾ റെഫർ ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലോട്ട് വളരെ സിമ്പിൾ ആയിട്ടെന്ന് വെച്ചാൽ ആ ടോപ്പിക്കിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ലായിരിക്കും. പക്ഷെ നമുക്ക് എക്സാമിന് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് നിന്ന് എങ്ങനെ ഒരു എക്സാം പാസ്സാവാം എന്നുള്ള രീതിയിലൊക്കെ പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിപ്പോ ടോപ്പേഴ്സ് ആയിട്ട് നിൽക്കുന്നവരെ ഉദ്ദേശിച്ചല്ല ഞാൻ ഈ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നത്. അതായത് ഒരു മിഡിൽ ബെഞ്ചേഴ്സിന് അതിന്റെ ആവശ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാലും ഒരു മിഡിൽ ബെഞ്ചേഴ്സ് ഇരിക്കട്ടെ. അതേപോലെ തന്നെ ബാക്ക് ബെഞ്ചേഴ്സ്, ഇവരെയൊക്കെ മെയിൻലി ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇത് തുടങ്ങാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങളെ ടീച്ച് ചെയ്യുവാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അതായത് ഒരു കമ്പൈൻ സ്റ്റഡി പോലെ. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നു. ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യുന്നു. ആ ഒരു രീതിയിൽ നമുക്ക് പോവാം. സപ്ലിയെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. അതൊക്കെ നമുക്ക് പാസ്സാവാം. അതേപോലെ തന്നെ ഇനി പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്ലീസ് ഉണ്ടെങ്കിൽ അതൊക്കെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ ഇപ്പോൾ 5th സെമസ്റ്റർ വരെ നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ടല്ലോ. എനിക്ക് ഇതുവരെ സപ്ലി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനതൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഞാൻ തുടങ്ങാനുള്ള കാരണമെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വളരെ ഭയങ്കര ആഗ്രഹമുള്ളൊരു കൂട്ടത്തിലാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു രീതിയാണ്. ഇപ്പോൾ തന്നെ ഇന്ന് June 4th 2025. ടൈം എന്ന് പറയാനാണെങ്കിൽ 2:58 AM ആണിപ്പോൾ. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ആവണം എന്നൊക്കെ ഒരു മെൻറ്റാലിറ്റി ആയിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ എന്നോട് സംസാരിക്കുക. നമുക്ക് ഒരുമിച്ച് പഠിച്ച് എല്ലാം ജയിക്കാവുന്നേ ഉള്ളടോ. ഒന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിത് പാസ്സാകാൻ പറ്റും. 2026 നമ്മളെല്ലാവരും എല്ലാ സബ്ജക്റ്റും പാസ്സായിട്ട് വേണം ഇറങ്ങാൻ. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങൾക്കും പറ്റും.